ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പഴം വെച്ചൊരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പഴവും പിന്നെ 1 കപ്പ് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് കലക്കിയെടുക്കണം. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ ആദ്യം തന്നെ ഒരു പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പഴം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു ബൗളിൽ കുറച്ച് അവിലും തേങ്ങയും പിന്നെ ബാദാമും കൂടെ കുറച്ച് ശർക്കരയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മിക്സാണിത്. ഇത് നമ്മൾക്ക് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ ഒന്ന് ഓയിൽ തടവിയെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗത്തോളം മാവ് മാത്രം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ മുഴുവൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 3/4 ഭാഗത്തോളം മാത്രം ഒഴിക്കുക. അതിനുശേഷം 1 സ്പൂൺ നമ്മൾ പഴം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ മേലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ തട്ടിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റായി. നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.